ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം വചനാഭിഷേകം നടക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നാം നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് നമ്മുടെ കാതുകൾ തുറക്കപ്പെടുന്നത്, നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോഴാണ് നമുക്ക് മാനസാന്തരം ലഭിക്കുന്നത്, നമ്മുടെ ജീവിതം നവീകരിക്കപ്പെടുന്നത്. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനാഭിഷേക ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഞാൻ വിചിന്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യത്തെക്കുറിച്ചാണ്. ആധുനിക മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യമാണ് എളിമ, അല്ലെങ്കിൽ നമ്മുടെ കാരണന്മാർ പറയുന്നത് വിനയം. ഈ എളിമ അല്ലെങ്കിൽ വിനയം നമ്മുടെ ജീവിത ശൈലിയിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 20 വരെയും 28 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. അതായത് നീ ദൈവത്തിൻ്റെ മുൻപിൽ ശാന്തതയോടെ, എളിമയോടെ, സൗമ്യതയോടെ ദൈവം നിനക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്ന കർത്തവ്യങ്ങൾ നീ അനുഷ്ഠിക്കുമ്പോൾ ദൈവത്തിന് പ്രിയപ്പെട്ടവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക. ദൈവം നിന്നെ എത്രമാത്രം ഉയർത്തിയിരിക്കുന്നുവോ അത്രമാത്രം നീ വിനീതനാകുക. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തും. എന്നാൽ അഹങ്കാരികൾക്ക്, അവർക്ക് സംഭവിക്കുന്നത് അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ക്രൈസ്തവ ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് എളിമയുടെ, സൗമ്യതയുടെ, വിനയത്തിൻ്റെ ദൈവശാസ്ത്രമാണ്. ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ, ദൈവത്തിൻ്റെ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കാൻ പത്രോസ് ലീഗ 1 പത്രോസ് 5:6 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ, നമ്മുടെ കുടുംബത്തിന് ലഭിക്കാൻ, എളിമ എന്ന ആ പുണ്യം നമ്മുടെ ജീവിതത്തിൽ അഭ്യസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുക. ഈ എളിമയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടറായ കൊച്ചുമാത്യു അച്ഛൻ. കൊച്ചുമാത്യു അച്ഛൻ്റെ വചനപ്രഘോഷണവും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആരാധനയും എനിക്കൊരു വലിയ അനുഭവമാണ് എപ്പോഴും നൽകാറുള്ളത്. അപ്പം അതുകൊണ്ട് കൊച്ചുമാത്യു അച്ഛൻ്റെ ശുശ്രൂഷകളോടും അച്ഛൻ്റെ വചനപ്രഘോഷണത്തോടും എനിക്ക് വലിയ ബഹുമാനമാണ്, സ്നേഹമാണ്. 2 വർഷങ്ങൾക്ക് മുൻപ്
ഈ ലോകപ്രശസ്തനായ വചനപ്രഘോഷകൻ, നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർ കൊച്ചു മാത്യു അച്ഛൻ എൻ്റെ പള്ളിയുടെ അങ്കണത്തിൽ കോഴിക്കോട് സിറ്റി സബ്സോൺ കരിസ്മാറ്റിക് സബ്സോണിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു ബൈബിൾ കൺവെൻഷന് നേതൃത്വം കൊടുക്കുവാൻ അച്ഛൻ എൻ്റെ പള്ളിയിൽ വരികയാണ്. ഇപ്പം ഇത്രയും വലിയ ഒരു ധ്യാന ഗുരുവിനെ എൻ്റെ പള്ളിയിൽ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ആദ്യ ദിവസം മുതൽ തന്നെ അച്ഛൻ വചനപ്രഘോഷണത്തിന് പള്ളിയുടെ മുൻപിലുള്ള സ്റ്റേജിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പള്ളിയുടെ ആനവാതിലിനോട് ചേർന്ന് അച്ഛൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് അച്ഛൻ്റെ ആശീർവാദം ഞാൻ ചോദിക്കും. അച്ഛൻ എന്നെ ആശീർവദിച്ചു കഴിയുമ്പോൾ അച്ഛൻ്റെ 2 കാലുകളും ഞാൻ തൊട്ടുമൊത്തും. അങ്ങനെ ഓരോ ദിവസവും കാരണം ഇത്രമാത്രം വലിയ ഒരു ധ്യാനഗുരുവിനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പ്രസംഗിച്ച് വചനം പ്രഘോഷിക്കുന്ന കൊച്ചു മാത്യു അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ഗാന ശുശ്രൂഷകളിലൂടെ അനേകം പേർക്ക് വിടുതൽ കിട്ടുന്നതും സൗഖ്യം ലഭിക്കുന്നതും എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ആശീർവാദം വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ കാലുകൾ തൊട്ടുമെത്തുമ്പോൾ വലിയൊരു അഭിഷേകമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 1, 2, 3, 4 ദിവസങ്ങളിൽ ഞാനിങ്ങനെ ആശീർവാദം ചോദിച്ചു വാങ്ങിയാണ്. 4-ാമത്തെ ദിവസം ഞാനിങ്ങനെ അച്ഛൻ്റെ ആശീർവാദം വാങ്ങിച്ച് അച്ഛൻ്റെ കാലുകൾ തൊട്ടുമെത്തിയപ്പോൾ എൻ്റെ കൂട്ടുകാരായ യുവവൈദികർ അത് കഴിഞ്ഞപ്പോൾ വളരെ തമാശയ്ക്ക് എന്നെ കളിയാക്കി. എന്നോട് പറഞ്ഞു, അച്ഛൻ ശരിക്ക് ആ അച്ഛനെ മണിയടിക്കുകയല്ലേ, അച്ഛനെ സോപ്പിടാൻ വേണ്ടിയല്ലേ അച്ഛൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് ആശീർവാദം വാങ്ങിച്ച് അച്ഛൻ്റെ കാലുകൾ തൊട്ടുമെത്തുന്നത്? അച്ഛനെ മണിയടിക്കാൻ വേണ്ടിയാണോ? ഞാൻ എൻ്റെ കൂട്ടുകാരായ അച്ഛന്മാരോട് വേറെ ഒന്നും പറയാതെ അവരോട് വെറുതെ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ നോക്കിക്കോ, ഒരു വലിയ ധ്യാനഗുരുവിൻ്റെ മുൻപിൽ എളിമപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശീർവാദം ഞാൻ ചോദിച്ചു വാങ്ങിയപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് കർത്താവ് എനിക്ക് നൽകിയ അനുഗ്രഹമാണ്. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ കൊച്ചു മാത്യു അച്ഛൻ എന്നെ വിളിച്ചത് വേറെ ഒന്നിനും വേണ്ടിയല്ല. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ധ്യാനം നടക്കുകയാണ്. അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടു, വൈദികരുടെ ധ്യാനത്തിൽ അല്ലെ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിൽ വന്ന് വചനം പ്രസംഗിച്ച് ഒരു കുർബാന ഞങ്ങൾക്ക് വേണ്ടി ചൊല്ലിത്തരാമോ? എനിക്ക് ലഭിക്കാവുന്ന ഒരു ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാൻ അവിടെ ചെന്നത് വിറയ്ക്കുന്ന കാലുകളോടെയാണ്, തുടിക്കുന്ന ഹൃദയത്തോടെയാണ്. അവിടെ ആ പരിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 600ഓളം വൈദികരും സിസ്റ്റേഴ്സും അടങ്ങുന്ന 600ഓളം പേരോട് വചനം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്ന അനുഭവമാണ്. അവിടെ എനിക്കുറപ്പാണ്, ഞാനല്ല വചനം പ്രസംഗിച്ചത്, അവിടെ പരിശുദ്ധാത്മാവാണ് വചനം പ്രസംഗിച്ചത്. ഒരു സാധാരണക്കാരനായ ഒരു ഇടവക വികാരിക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന നായ്ക്കാമ്പറമ്പിലച്ചൻ വചനം പ്രസംഗിച്ച ആ വചനവേദിയിൽ, ലോകപ്രശസ്തനായ പനക്കലച്ചൻ വചനം പ്രഘോഷിച്ച ആ വചനവേദിയിൽ, കൊച്ചു മാത്യു അച്ഛൻ വചനം പ്രസംഗിച്ച ആ വചനവേദിയിൽ വൈദികരോട് സിസ്റ്റേഴ്സിനോട് വചനം പ്രഘോഷിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ദൈവത്തിൻ്റെ മുൻപിൽ നാം എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളെ എടുത്ത് ഉപയോഗിക്കും. നമ്മുടെ നാവിനെ,
നമ്മുടെ കരങ്ങളെ, നമ്മുടെ ജീവിതത്തെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുമെന്ന് എൻ്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 27-ാം വാക്യത്തിൽ അബ്രഹാം ഇങ്ങനെ പറയുന്നു: പൊടിയും ചാരവുമായ ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ. ദൈവവുമായിട്ട് ബാർഗൈൻ ചെയ്യുന്നുണ്ട് അബ്രഹാം. 18-ാം അധ്യായത്തിൽ സോദോം ഗൊമോറയുടെ മേൽ ദൈവമേ കരുണ വർഷിക്കണമേ എന്ന് അബ്രഹാം യാചിക്കുന്നുണ്ട്. അബ്രഹാം ദൈവവുമായി സംസാരിക്കുന്നു. അതിനുശേഷം അബ്രഹാം തൻ്റെ തന്നെ ആധ്യാത്മികതയെ വിചിന്തനം ചെയ്യുകയാണ്. വെറും പൊടിയും ചാരവുമായ, പാപിയും ബലഹീനനുമായ, കുറവുകളും കുറ്റങ്ങളുമുള്ള താൻ ദൈവത്തിനോട് സംസാരിച്ചുവല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ വൈദികർ ബലിയർപ്പിക്കാൻ അൾത്താരയിൽ കയറുന്നതിന് മുൻപ് ഞങ്ങളുടെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് ഇങ്ങനെ പറയും: കർത്താവേ, എന്നേക്കാൾ മേന്മയുള്ളവര്, എന്നേക്കാൾ കഴിവുള്ളവരുണ്ടായിട്ടും പാപിയും ബലഹീനനും കുറവുകളും കുറ്റങ്ങളുമുള്ള ഞങ്ങളെയാണല്ലോ ബലിയർപ്പിക്കാനായി നീ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തോത്രയാഗ പ്രാർത്ഥന ചൊല്ലുമ്പോഴാണല്ലോ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്ന് അപ്പത്തെ ദൈവത്തിൻ്റെ ശരീരമായി മാറുന്നത്. നീതിയും ന്യായവും പ്രവർത്തിക്കാൻ കഴിവുള്ള അബ്രഹാം, കർത്താവിൻ്റെ വഴികളിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാം ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെടുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എത്രമാത്രം ദൈവത്തിൻ്റെ മുൻപിലും ഈ ലോകത്തിൻ്റെ മുൻപിലും എളിമപ്പെടണം. ഒരു നിമിഷം മതിയല്ലോ നമ്മുടെ ജീവിതം ഇല്ലാതായി തീരാൻ. നാം പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തുമാത്രം അപകടങ്ങളാണ് നാം കേൾക്കുന്നത്. നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തിരിച്ച് വീട്ടിൽ യാതൊരു അപകടവും ആപത്തും ഉണ്ടാകാതെ തിരിച്ചു വരാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യവും സ്നേഹവുമല്ലേ നമ്മെ പരിപാലിക്കുന്നത്? ആ ദൈവത്തിൻ്റെ ആ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോട് നിൽക്കണമെന്ന ആ ക്രൈസ്തവ ദൈവശാസ്ത്രമല്ലേ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്? ഒരല്പം ചൂടുവെള്ളം നമ്മുടെ മുഖത്ത് വീണാൽ പോരെ നമ്മുടെ സൗന്ദര്യങ്ങളൊക്കെ നശിക്കാൻ? അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എളിമയുടെ ദൈവശാസ്ത്രം, വിനയത്തിൻ്റെ ദൈവശാസ്ത്രമാണ് നമുക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നത്. നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം. മക്കളെ, ലോകം മുഴുവൻ നേടിയാലും നമ്മുടെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനമാണുള്ളത്? ഇന്ന് ആത്മാവ് നശിക്കുന്നത് ആരുടേതാണ്? അഹങ്കാരികളുടേത്, തലക്കനമുള്ളവരുടേത്, ഞാനെന്ന ഭാവമുള്ളവരുടേത്. എളിമയുള്ളവരെ കർത്താവ് സംരക്ഷിക്കുകയും കർത്താവ് അവരെ ഉയർത്തുകയും ചെയ്യും. ബുദ്ധിയോ അറിവോ ഒന്നുമല്ല ഒരു വ്യക്തിയെ ശ്രേഷ്ഠമാക്കുന്നത്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു വ്യക്തിയിലേക്ക് പ്രവഹിക്കാൻ നാം എളിമപ്പെടുകയാണ് വേണ്ടത്. പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഹെറേബ് അനുഭവം ലഭിച്ച, ദൈവത്തെ കാണുവാൻ സാധിച്ച, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ സാധിച്ച മോശ കർത്താവിനോട് പറയുകയാണ്: കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനല്ല. അങ്ങ് ദാസനോട് സംസാരിച്ച ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ എൻ്റെ നാവിന് തടസ്സമുണ്ട്. ഇതാ ഇസ്രയേൽ ജനത്തിൻ്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മോശ, ഹെറോബ് അനുഭവം സ്വന്തമായി ലഭിച്ച മോശ തൻ്റെ പരിമിതികളും തൻ്റെ കുറവുകളും ബോധ്യപ്പെടുകയാണ്.
നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെടുകയാണ്. ദൈവമേ, ഞാൻ വിക്കനാണ്, എനിക്ക് എൻ്റെ സംസാരത്തിന് തടസ്സങ്ങളുണ്ട്, എനിക്ക് പരിമിതികളുണ്ട്, എനിക്ക് കുറവുകളുണ്ട്. ഈ ബോധ്യത്തോടെ ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെടുന്ന മോശ, ആ മോശയാണ് ശക്തനായ ഫറവോന്റെ അധികാരത്തിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കാൻ ദൈവം ഉപകരണമാക്കിയത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെട്ട് തൻ്റെ പരിമിതികളും കുറവുകളും മനസ്സിലാക്കുന്ന മനുഷ്യനെ ദൈവം ഈ തിന്മകൾക്കെതിരെ, ഈ ലോകത്തിലെ തിന്മകൾക്കെതിരെ വിജയിക്കുവാൻ, ഉപകരണമാക്കുവാൻ, ശക്തിപ്പെടുത്തുവാൻ ദൈവം അവനെ ഉപകരണമാക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ സ്ത്രീകളിൽ വെച്ച് ജനിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ സ്നാപയോഹന്നാൻ, താപസൻ, ഈ ലോകത്തിന് യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തവൻ, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്നാപയോഹന്നാൻ, യേശുക്രിസ്തു തൻ്റെ അടുത്തേക്ക് ജോർദാൻ നദിക്കരയിൽ സ്നാനമേൽക്കാൻ വരുന്നത് കണ്ടപ്പോൾ സ്നാപയോഹന്നാൻ പറഞ്ഞ വാക്കുകൾ, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ? അവൻ്റെ കാലിലെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പ്രഘോഷിച്ച ആ താപസന്റെ എളിമ, തിന്മകൾക്കെതിരെ പടപൊരുതുവാനുള്ള ശക്തി അദ്ദേഹത്തിന് ലഭിച്ചത്, ഹെറോദേസിനോ കുറുക്കായി എന്ന് വിളിക്കാൻ അദ്ദേഹത്തിന് ലഭിച്ച അഭിഷേകം, ഈ എളിമയുടെ, വിനയത്തിൻ്റെ, തുറവിയുടെ, ദൈവശാസ്ത്രത്തിൻ്റെ ശക്തിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ പൗലോസ്, വിജാതിയരുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ പൗലോസ്, അദ്ദേഹം തൻ്റെ വചന പ്രഘോഷണങ്ങളെ, തൻ്റെ ശുശ്രൂഷകളെ, ദൈവം തനിക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നത് 2 കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം, ഒരു മേന്മയും ഞങ്ങൾക്ക് അവകാശപ്പെടാനില്ല, മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കണ്ണിന് കാഴ്ചയില്ലാത്ത എത്രയോ വ്യക്തികൾ ഈ ലോകത്തുണ്ട്, ഭക്ഷണമില്ലാത്ത എത്രയോ പേരുണ്ട്, വസ്ത്രമില്ലാത്ത എത്രയോ പേര് ഈ ലോകത്ത് ജീവിക്കുന്നു. നിങ്ങൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ ചെന്നിട്ടില്ലേ? മാറാ രോഗങ്ങൾ പിടിച്ച്, ക്യാൻസറുകൾ ബാധിച്ച് എത്രയോ രോഗികൾ അവിടെ മല്ലടിക്കുന്നുണ്ട്, രോഗത്തിനോട് മല്ലടിക്കുന്നുണ്ട്. അപ്പം നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്രമാത്രമാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചത്. കാണുവാനും കേൾക്കുവാനും നടക്കുവാനും ഭക്ഷണം കഴിക്കുവാനുമൊക്കെ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരത്തിന് കീഴെ താഴ്മയോട് നിൽക്കുമ്പോഴാണ് സ്വർഗരാജ്യം നമ്മുടെ മേൽ ഇറങ്ങി വരുന്നത്. നമ്മുടെ കുടുംബം ദൈവരാജ്യമായി മാറണമെങ്കിൽ ആ ദൈവവചനത്തിന് മുൻപ് എളിമപ്പെട്ട് നിൽക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പയെ ഇന്ന് ലോകം ആദരിക്കുന്നത്. പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നിമിഷം ലോകത്തിൻ്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കുന്ന ആ ഒരു ചിത്രം നമുക്കാർക്കെങ്കിലും മറക്കാൻ സാധിക്കുമോ? ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായിട്ട് ഇതാ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആ നിമിഷം, പ്രിയപ്പെട്ടവരെ, ഞാൻ പാപിയാണ്, ഞാൻ കുറവുള്ളവനാണ്, ഞാൻ ബലഹീനനാണ്, എന്നിട്ടും ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്
ലോകത്തിൻ്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ചിത്രം നമുക്കാർക്കും മറക്കാൻ സാധിക്കില്ല. ആ ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ സത്യവചനം പ്രസംഗിക്കാനും നന്മ ചെയ്യാനും ജനതകളുടെ ജീവിതത്തിൽ ആനന്ദം കൊടുക്കുവാനും നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വചനം പ്രഘോഷിക്കുവാൻ താൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം ഫ്രാൻസിസ് പാപ്പ എളിമയോടുകൂടി സ്വീകരിക്കുന്ന ചിത്രമാണ് പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ നിമിഷങ്ങളിൽ അദ്ദേഹം ലോകത്തിന് കൊടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം വേണ്ടേ? ഈ ലോകത്തിൻ്റെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടുന്നവര് കുരിശിൽ തൂങ്ങി മരിച്ച യേശുക്രിസ്തുവിൻ്റെ ഉത്തരമാണ് അവർക്ക് ലഭിക്കുന്നത്. ദൈവപുത്രനായിരുന്നിട്ടും കുരിശുമരണത്തോളം തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് ചങ്കു കുത്തി തുറന്ന് ഈ ലോകത്തിന് മോചനം കൊടുത്ത കർത്താവായ യേശുക്രിസ്തു നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു ചിത്രമാണല്ലോ. ക്രൂശിത രൂപത്തിൽ ചോദിക്കുന്നൊരു ചോദ്യം, ജീസസ് ഹൗ മച്ച് ഡു യു ലവ് us? യേശുവേ, അങ്ങ് എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു? ആ പിക്ചറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ലേ, he stretched out his hands and he said this much. അവൻ തൻ്റെ 2 കരങ്ങള് ഇങ്ങനെ വിരിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രമാത്രം. then he died. ഞാൻ ഇത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കുരിശിൽ തൂങ്ങി മരിച്ച ക്രിസ്തു ഇതാ ദൈവപുത്രനായിരുന്നിട്ടും തന്നെത്താൻ താഴ്ത്തി കുരിശുമരണത്തോളം താഴ്ത്തപ്പെട്ട യേശുക്രിസ്തുവാണ് നമ്മുടെ ഗുരുനാഥൻ, നമ്മുടെ രക്ഷകൻ. അപ്പോൾ നമ്മുടെ ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് അനുദിന ജീവിതത്തിൽ എളിമയുള്ളവരാകാൻ. ഇന്ന് ആധുനിക ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുണ്യമാണ്, മൂല്യമാണ് എളിമ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമുക്ക് വീണ്ടെടുക്കാം. അതാണ് ഒരു ക്രൈസ്തവൻ്റെ മുഖമുദ്ര, അതാണ് ഒരു ക്രൈസ്തവൻ്റെ ശക്തി. നാം ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെടുമ്പോൾ ദൈവം, ശക്തനായ ദൈവം തക്ക സമയത്ത് നമ്മെ എടുത്ത് ഉയർത്തിക്കൊള്ളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയിലേക്ക് ഉയരാം. നമ്മുടെ കണ്ണുകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി എളിമയോടെ, വിശുദ്ധിയോടെ, തുറവിയോടെ നമുക്ക് ഈ നിമിഷമായിരിക്കാം. നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ കർത്താവ് ഇടപെടട്ടെ. നമ്മുടെ സങ്കടങ്ങളുടെ മേൽ ശക്തനായ ദൈവം ഇടപെടട്ടെ. നമ്മുടെ രോഗങ്ങളുടെ മേൽ ശക്തനായ ദൈവം ഇടപെടട്ടെ. നമ്മുടെ ബലഹീനതകളുടെ മേൽ ശക്തനായ ദൈവം ഇടപെടട്ടെ. ആ ശക്തനായ ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകട്ടെ. ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ, രോഗങ്ങൾ വിട്ടുപോകട്ടെ, തിന്മകൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.